എൻ്റെ അഭിപ്രായത്തിൽ ഏറ്റവും ബെസ്റ്റ് നിങ്ങൾ FPV ഡ്രോൺ സ്റ്റാർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരോ ഇനിയുള്ള ഒരു ബിഗിനർ ആയാൽ കൂടി പലതരത്തിലുള്ള ഡൗട്ടും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടാവും. അതിൽ മെയിനായിട്ടുള്ള ഒന്നാണ് ഏത് FPV സിസ്റ്റം ചൂസ് ചെയ്യാമെന്നുള്ളത്. ഇന്നുള്ളതിൽ വെച്ച് മെയിനായിട്ടുള്ള 2 മേജർ സിസ്റ്റംസ് ആണ് അനലോഗ് ആൻഡ് ഡിജിറ്റൽ. ഇതിൽ തന്നെ ഡിജിറ്റലിലുള്ള 3 സിസ്റ്റംസ് ആണ് DJI, വാക്സ്നെയിൽ ആൻഡ് HD0. അങ്ങനെ ടോട്ടൽ നമുക്ക് 4 മേജർ സിസ്റ്റംസ് ആണുള്ളത്. അനലോഗ് പിന്നെ ഡിജിറ്റലിൽ വരുന്ന DJI, വാക്സ്നെയിൽ, HD0. നോർമൽ ഡ്രോണുകളിൽ നിന്ന് വ്യത്യസ്തമായി FPV ഡ്രോൺസ് അല്ലെങ്കിൽ ഫസ്റ്റ് പേഴ്സൺ വ്യൂ ഡ്രോൺസ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാം ഈ ഒരു ഫസ്റ്റ് പേഴ്സൺ വ്യൂ സാധ്യമാക്കുന്നത് ഈ പറഞ്ഞ വീഡിയോ സിസ്റ്റമാണ്. ഈ കാണുന്ന പോലെ നമ്മൾ ഡ്രോണിലുള്ള FPV ക്യാമറ ക്യാപ്ചർ ചെയ്യുന്ന വിഷ്വൽസ് അത് വീഡിയോ ട്രാൻസ്മിറ്റർ എന്ന കമ്പോണൻറ്റിലെത്തി നെക്സ്റ്റ് ആൻറ്റിന വഴി റേഡിയോ ഫ്രീക്വൻസി സിഗ്നലായി ട്രാൻസ്മിറ്റ് ചെയ്ത് ഗ്രൗണ്ടിലുള്ള നമ്മുടെ ഗൂഗിൾസിൽ ഇൻബിൽട്ട് ആയോ ഇനിയല്ല സെപ്പറേറ്റ് ആയോ ഉള്ള വീഡിയോ റിസീവർ മൊഡ്യൂളിലെത്തി ആൻഡ് അറ്റ് ലാസ്റ്റ് ആണ് നമ്മൾ ഗൂഗിൾസിലൂടെ നമുക്ക് ആ വിഷ്വൽസ് കാണാൻ സാധ്യമാകുന്നത്. സോ ഇത്രയധികം പ്രോസസ്സ് ഇൻ ബിറ്റ്വീൻ നടക്കുന്നുണ്ട്. ഈ ഒരു ഹോൾ പ്രോസസ്സിനെ സഹായിക്കുന്ന എല്ലാ കമ്പോണൻസും ഇൻക്ലൂഡ് ചെയ്തതാണ് ഒരു വീഡിയോ സിസ്റ്റം. ഇനി നമുക്ക് നേരത്തെ പറഞ്ഞ വീഡിയോ സിസ്റ്റംസ് 1 by 1 ആയി നോക്കാം. അതിനു മുമ്പ് കുറച്ച് ടേംസും കാര്യങ്ങളും അറിഞ്ഞിരിക്കേണ്ടതായിട്ടുണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ ലേറ്റൻസി. എന്താണ് ലേറ്റൻസി? നമ്മൾ നേരത്തെ FPV വീഡിയോ സിസ്റ്റം എങ്ങനെയാണ് വർക്കാവുന്നതെന്ന് പറഞ്ഞു. ആ ഒരു പ്രോസസ്സിൽ FPV ക്യാമറ ക്യാപ്ചർ ചെയ്യുന്ന വിഷ്വൽസ് ഗൂഗിൾസിലേക്ക് എത്താൻ എടുക്കുന്ന ആ ഒരു ടൈം അല്ലെങ്കിൽ ആ ഒരു ടൈം ഡിലേ ആണ് ലേറ്റൻസി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എത്ര കണ്ട് ലേറ്റൻസി കുറയുന്നു അത്രയും നമ്മുടെ ഡ്രോണുമായി കണക്റ്റഡ് ആയിട്ടുള്ള ഫീലിംഗ് ഉണ്ടാവുകയും നമുക്ക് വളരെ സ്മൂത്തായും എഫക്റ്റീവായും ഡ്രോൺ ഫ്ലൈ ചെയ്യാൻ സാധിക്കുകയും ചെയ്യുന്നു. പക്ഷേ ഇത് നിങ്ങൾ വിചാരിക്കുന്ന പോലെ മിനിറ്റ്സോ അല്ലെങ്കിൽ കുറച്ച് സെക്കൻഡ്സോ ഒന്നുമല്ല, വളരെ മൈന്യൂട്ടായ വളരെ ചെറിയ മില്ലി സെക്കൻഡ്സ് മാത്രമാണ്. ഏറ്റവും കൂടിയ ലേറ്റൻസി ഉള്ള സിസ്റ്റം എടുത്ത് നോക്കിയാൽ തന്നെ അറൗണ്ട് ഒരു 35 to 45 ആണ് മാക്സിമം വരുന്നത്. അത്രയും ചെറിയ ഡിലേ മാത്രമേ ഉള്ളൂ. പക്ഷേ ഇത് വളരെയധികം ഇമ്പാക്റ്റ് നമ്മുടെ ഫ്ലൈയിങ്ങിൽ ഉണ്ടാക്കുന്നുണ്ട്. ചെറിയൊരു എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ നമ്മളൊരു ലേറ്റൻസി കൂടിയ സിസ്റ്റം യൂസ് ചെയ്ത് ഫ്ലൈ ചെയ്യുമ്പോൾ പെട്ടെന്നൊരു ഒബ്സ്റ്റക്കിൾ നമ്മുടെ മുമ്പിൽ വന്നാൽ നമുക്ക് റിയാക്ഷൻ ചെയ്യാനുള്ള ടൈം വളരെ കുറവായിരിക്കും. കാരണം അത്രയധികം ഡിലേയോട് കൂടിയാണ് നമ്മുടെ ഗൂഗിൾസിൽ ആ വിഷ്വൽ എത്തുക. നെക്സ്റ്റ് നമ്മളൊരു റിയാക്ഷൻ ചെയ്യാനുള്ള ടൈം കുറയുന്നതിനനുസരിച്ച് നമ്മൾ ക്രാഷ് ആവാനുള്ള ചാൻസും കൂടി വരും. നിങ്ങളൊരു ബിഗിനറൊക്കെ ആണെങ്കിൽ ഈ ഒരു ഡിഫറൻസ് നിങ്ങൾക്ക് നോട്ടീസ് ചെയ്യാൻ സാധിക്കണമെന്നില്ല. ബട്ട് ഒരു പ്രോ ലെവൽ പൈലറ്റിലാണെങ്കിൽ വളരെയധികം പെട്ടെന്ന് തന്നെ അവർക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഈ ഒരു ലേറ്റൻസിയുടെ ഡിഫറൻസ് അല്ലെങ്കിൽ വേരിയേഷൻ. ലേറ്റൻസി തന്നെ 2 തരത്തിലുണ്ട്, ഫിക്സഡ് ലേറ്റൻസി ആൻഡ് വേരിയബിൾ ലേറ്റൻസി. ഫിക്സഡ് ലേറ്റൻസി എന്ന് പറയുമ്പോൾ അത് ഫ്ലൈയിങ്ങിൽ ത്രൂ ഔട്ട് സ്റ്റേബിൾ ആയിരിക്കും അല്ലെങ്കിൽ ഫിക്സഡ് ആയിരിക്കും. നേരെ മറിച്ച് വേരിയബിൾ ലേറ്റൻസി എന്ന് പറയുമ്പോൾ അത് സിഗ്നൽ സ്ട്രെങ്ത്തിനനുസരിച്ച് ഡ്രോണിൻ്റെ സിഗ്നൽ സ്ട്രെങ്ത്തിനനുസരിച്ച് വേരി ചെയ്തുകൊണ്ടിരിക്കും. അതായത് ഡ്രോൺ ഡിസ്റ്റൻ്റ് ആണെങ്കിൽ അതിനനുസരിച്ച് ലേറ്റൻസി കൂടുകയും നിയർ ആണെങ്കിൽ അതിനനുസരിച്ച് ലേറ്റൻസി കുറയുകയും ചെയ്യും. ഇതൊരു അനലോഗ് ഗോഗിൾസ് ആണ്. ഇതാണ് ഇതിൻ്റെ വീഡിയോ റിസീവർ മൊഡ്യൂൾ. അനലോഗ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാം വൺ ഓഫ് ദ ഓൾഡസ്റ്റ് വീഡിയോ സിസ്റ്റമാണ്. അത് തന്നെയാണ് ഇതിൻ്റെ വൺ ഓഫ് ദ മെയിൻ ഡ്രോബാക്കും. എങ്ങനെയാണോ നമ്മളൊരു 90s 80s TV കാണുന്നത് സെയിം അതേ ഒരു ഇമേജ് ക്വാളിറ്റി തന്നെയാണ് നമുക്ക് ഈ ഒരു ഗൂഗിൾസിലൂടെയും ലഭിക്കുന്നത്. ലോ വീഡിയോ ക്വാളിറ്റിക്ക് പുറമെ മറ്റ് റേഡിയോ സിഗ്നൽസിനോട് വളരെയധികം സെൻസിറ്റീവ് കൂടിയാണ് അനലോഗ് സിഗ്നൽസ്. ആൻഡ് ഈ 2 ഡ്രോബാക്സ് ഒഴിച്ചു നിർത്തിയാൽ ലോ ലേറ്റൻസി, ക്രോസ് കോമ്പാറ്റബിലിറ്റി, പിന്നെ ലോ കോസ്റ്റ് ഒക്കെ തന്നെ ഈ ഒരു സിസ്റ്റത്തിൻ്റെ അഡ്വാൻറ്റേജസ് കൂടിയാണ്. ലേറ്റൻസിയെക്കുറിച്ച് പറഞ്ഞാൽ വൺ ഓഫ് ദ ലോവസ്റ്റ് ലേറ്റൻസിയുള്ള ഒരു സിസ്റ്റം കൂടിയാണ് അനലോഗ്. ആൻഡ് അതുകൊണ്ട് തന്നെ ഇന്നും വളരെയധികം യൂസേഴ്സ് റേസിംഗ് സെഗ്മെൻറ്റിൽ അനലോഗിനുണ്ട്. മാത്രമല്ല ഏതൊരു കോമ്പോണൻറ്റും ക്രോസ് കോമ്പാറ്റബിൾ കൂടി ആയതുകൊണ്ട് തന്നെ വളരെ ഈസിയായി ഫിക്സ് ചെയ്യാനും റീപ്ലേസ് ചെയ്യാനും ഒക്കെ സാധിക്കുന്നതാണ്. ആൻഡ് ഇതിൻ്റെ ലോ കോസ്റ്റ്, വളരെ മിനിമം ബഡ്ജറ്റ് നമ്മുടെ ബിൽഡിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റിയ ഒരു സിസ്റ്റം കൂടിയാണ് അനലോഗ്. ഇനി നമുക്ക് ഡിജിറ്റലിലേക്ക് വരാം. അതിനു മുമ്പ് അനലോഗും ഡിജിറ്റലും തമ്മിലുള്ള ഒരു കീ ഡിഫറൻസ് ഇതിൻ്റെ ഡാറ്റ ട്രാൻസ്മിഷനിലാണ്. അനലോഗ് ആണെങ്കിൽ ഡാറ്റ ട്രാൻസ്മിഷൻ സാധ്യമാകുന്നത് ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ അല്ലെങ്കിൽ മെയിൻലി ഫ്രീക്വൻസി മോഡുലേഷനിലൂടെയാണ്. ആൻഡ് അതേസമയം ഡിജിറ്റൽ ആണെങ്കിൽ അവിടെ പാക്കറ്റ്സ് ഓഫ് ഡാറ്റ അല്ലെങ്കിൽ 1-0 ബൈനറി ടൈപ്പ് ഓഫ് ഡാറ്റ ട്രാൻസ്മിഷനാണ് നടക്കുന്നത്. സോ ഇത് തന്നെയാണ് ഡിജിറ്റൽ സിസ്റ്റത്തിൻ്റെ ബെറ്റർ വീഡിയോ ക്വാളിറ്റിക്കും കാരണം. പക്ഷേ ഈ ഒരു ടൈപ്പ് ഓഫ് ഡാറ്റ ട്രാൻസ്മിഷൻ വളരെയധികം എൻകോഡിങ്ങും ഡീകോഡിങ്ങും കംപ്രഷൻ പ്രോസസ്സ് എല്ലാം ഇൻക്ലൂഡ് ചെയ്തതുകൊണ്ട് തന്നെ ലേറ്റൻസി അനലോഗ് സിസ്റ്റത്തെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ കുറച്ച് കൂടുതലാണ് ഡിജിറ്റൽ സിസ്റ്റത്തിൽ. ആൻഡ് ഇവിടെ ഒരു എക്സെപ്ഷൻ ഉള്ളത് HD0 മാത്രമാണ്. ഇനി നമുക്ക് ഡിജിറ്റൽ DJI സിസ്റ്റംസ് നോക്കാം.
ഇതൊരു DJI V2 ഗോഗിൾസ് ആണ്. ആൻഡ് DJI മെയിൻലി 3 ജനറേഷൻ വീഡിയോ സിസ്റ്റംസ് റിലീസ് ചെയ്തിട്ടുണ്ട്. ഇതൊരു ഫസ്റ്റ് ജനറേഷൻ DJI ഗോഗിൾസ് ആണ്. ആൻഡ് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് റിലീസ് ചെയ്ത ജനറേഷൻ 3 വീഡിയോ സിസ്റ്റംസ് വെച്ച് നമുക്ക് അപ് ടു 4K 120 FPS വരെയുള്ള ഓൺ ബോർഡ് റെക്കോർഡിങ്ങും അതുപോലെ തന്നെ 180p ലൈവ് വിഷ്വൽസും 15 km റേഞ്ച് എന്നിങ്ങനെ അഡ്വാൻസ്ഡ് ഫീച്ചേഴ്സോടുകൂടി മാത്രമല്ല ലോ ലേറ്റൻസിക്ക് വേണ്ടി പ്രത്യേകം റേസിംഗ് മോഡ് തന്നെ അവർ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ഇത്തരത്തിൽ വീഡിയോ ക്വാളിറ്റിയിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്നത് ഈ ഒരു DJI സിസ്റ്റംസ് തന്നെയാണ്. ഡിജിറ്റലിലുള്ള നെക്സ്റ്റ് 2 സിസ്റ്റംസ് ആണ് വാക്സ്നെയിൽ ആൻഡ് HD0. ഇത് മറ്റ് 2 സിസ്റ്റങ്ങളെ പോലെ അത്ര പോപ്പുലർ ആവണമെന്നില്ല. വാക്സ്നെയിൽ സിസ്റ്റത്തെക്കുറിച്ച് പറഞ്ഞാൽ DJIയുടെ അത്ര ഇമേജ് ക്വാളിറ്റിയോ ലേറ്റൻസിയോ ഇല്ലെങ്കിൽ കൂടി ഓൾമോസ്റ്റ് ഒരു സിമിലർ ടൈപ്പ് ഓഫ് പെർഫോമൻസ് തന്നെയാണ് കിട്ടുന്നത്. ലാസ്റ്റ് റിലീസ് ചെയ്ത അവാറ്റ ഗൂഗിൾസ് എക്സിൽ HDMI അതുപോലെ AV പോർട്ടുകളെല്ലാം ഇൻക്ലൂഡ് ചെയ്തതുകൊണ്ട് തന്നെ മറ്റ് RX മൊഡ്യൂളുകളും നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കും. ലേറ്റൻസിയെക്കുറിച്ച് പറഞ്ഞാൽ DJI പോലെ തന്നെ വേരിയബിൾ ലേറ്റൻസി ആയതുകൊണ്ട് തന്നെ ഓൾമോസ്റ്റ് ഒരു 20 to 45 milliseconds റേഞ്ചാണ് കിട്ടുന്നത്. ഇന്നുള്ള മറ്റ് വീഡിയോ സിസ്റ്റങ്ങളെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഏറ്റവും കുറവ് ലേറ്റൻസി കിട്ടുന്ന ഒരു വീഡിയോ സിസ്റ്റമാണ് HD0. HD0യെ നമുക്ക് വേണമെങ്കിൽ ഒരു അപ്ഗ്രേഡഡ് സിസ്റ്റം ഓഫ് അനലോഗ് എന്ന് പറയാം. കാരണം ലോ ലേറ്റൻസിയിൽ തന്നെ കമ്പാരിറ്റീവ്ലി അനലോഗിനേക്കാൾ ബെറ്റർ വീഡിയോ ക്വാളിറ്റി തരാൻ HD0 സിസ്റ്റംസ് കഴിയുന്നുണ്ട്. മാത്രമല്ല ഫിക്സഡ് ലേറ്റൻസി കൂടി ആയതുകൊണ്ട് തന്നെ ഇന്ന് പ്രോ റേസിംഗ് സെഗ്മെന്റിൽ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്ത് വരുന്നത് HD0 സിസ്റ്റംസ് ആണ്. വാക്സ്നെയിൽ ഗൂഗിൾസ് പോലെ തന്നെ AV, HDMI ആൻഡ് അനലോഗിന് വേണ്ടിയുള്ള സെപ്പറേറ്റ് RX പോർട്ടുകളെല്ലാം ഇൻക്ലൂഡ് ചെയ്തതുകൊണ്ട് തന്നെ മറ്റ് വീഡിയോ സിസ്റ്റങ്ങളുടെ RX മൊഡ്യൂളുകളും പ്ലഗ് ചെയ്ത് യൂസ് ചെയ്യാൻ സാധിക്കും. സോ ഇതുവരെ നമ്മൾ ഓരോ സിസ്റ്റത്തിൻ്റെ സ്പെക്സും അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും ഒക്കെ നോക്കി. ഇനി നിങ്ങൾക്ക് ഏറ്റവും സ്യൂട്ടായ വീഡിയോ സിസ്റ്റം എങ്ങനെ ചൂസ് ചെയ്യാമെന്ന് നോക്കാം. നിങ്ങളൊരു ബിഗിനർ അല്ലെങ്കിൽ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയി ബിൽഡാണ് നോക്കുന്നതെങ്കിൽ അനലോഗ് ആയിരിക്കും ഏറ്റവും സ്യൂട്ടബിൾ. കാരണം FPV ഡ്രോണിൻ്റെ ബിഗിനർ സ്റ്റേജിലായിരിക്കും ഏറ്റവും കൂടുതൽ ക്രാഷസും ഡാമേജസും ഒക്കെ ഉണ്ടാവുക. സോ എത്രത്തോളം കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ടുള്ള കമ്പോണൻസുകൾ നമ്മൾ ബിൽഡിൽ ഇൻക്ലൂഡ് ചെയ്യുന്നു അത്രത്തോളം നമുക്ക് എക്സ്പെൻസ് മിനിമൈസ് ചെയ്യാൻ സാധിക്കും. ഓൾസോ നിങ്ങൾ റേസിംഗ് ആണ് ഫോക്കസ് ചെയ്യുന്നതെങ്കിൽ ബിഗിനർ സ്റ്റേജിൽ നിങ്ങൾക്ക് അനലോഗ് തന്നെ ചൂസ് ചെയ്യാം. നെക്സ്റ്റ് നിങ്ങളുടെ സ്കിൽസും കോൺഫിഡൻസ് ലെവലും എല്ലാം ഇമ്പ്രൂവ് ചെയ്യുന്നതിനനുസരിച്ച് നിങ്ങൾക്ക് ഒരു അപ്ഗ്രേഡായി HD0യിലേക്ക് കൺവേർട്ട് ചെയ്യാവുന്നതുമാണ്. സിനിമാറ്റോഗ്രഫിയാണ് നിങ്ങളുടെ പ്രയോറിറ്റി എങ്കിൽ ഡിജിറ്റൽ സിസ്റ്റം ആയിരിക്കും ഏറ്റവും നല്ലത്. ഡിജിറ്റലിൽ തന്നെ DJI ഓർ വാക്സ്നെയിൽ നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. വാക്സ്നെയിലിനേക്കാൾ എന്തുകൊണ്ടും വീഡിയോ ക്വാളിറ്റിയും സ്പെക്സും എല്ലാം DJI സിസ്റ്റത്തിൽ തന്നെയാണ്. ആൻഡ് എന്നിരുന്നാലും ലേറ്റൻസി ആണ് ഈ 2 സിസ്റ്റങ്ങളിലും കുറച്ച് കൂടുതലായിട്ടുള്ളത്. പക്ഷെ സിനിമാറ്റിക് ടൈപ്പ് ഓഫ് ഫ്ലൈയിങ്ങിൽ ലേറ്റൻസിക്ക് അത്രയധികം ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ല. കാരണം വളരെ സ്മൂത്ത് ആൻഡ് സ്റ്റഡി ആയിട്ടുള്ള ഒരു ഫ്ലൈയിങ് ആയിരിക്കും ഇത്തരത്തിലുള്ള സിനിമാറ്റോഗ്രഫിയിൽ മെയിനായിട്ടും വേണ്ടി വരിക. ഇത്തരം ഡിജിറ്റൽ സിസ്റ്റംസ് യൂസ് ചെയ്യുന്നതിനെ കൊണ്ടുള്ള മറ്റൊരു അഡ്വാൻറ്റേജ്, നമ്മൾ സിനിമാറ്റോഗ്രഫി ടൈപ്പ് ഓഫ് ഫ്ലൈയിങ്ങിൽ എന്തായാലും പുതിയൊരു സ്ഥലത്ത് പോയിട്ടായിരിക്കും ഫ്ലൈ ചെയ്യുന്നുണ്ടാവുക. ആ സ്ഥലം നമുക്ക് അത്രയധികം ഫെമിലിയർ ആവണമെന്നില്ല, സറൗണ്ടിങ്ങുമായി നമുക്കധികം അവയർനെസ് വേണമെന്നില്ല. സോ ഇത്തരം സാഹചര്യങ്ങൾ നമ്മൾ അനലോഗ് സിസ്റ്റം യൂസ് ചെയ്താണ് ഫ്ലൈ ചെയ്യുന്നതെങ്കിൽ ചെറിയ ഒബ്സ്റ്റക്കിൾസ്, അതായത് ഇലക്ട്രിക് ലൈനോ ഇനിയല്ല ചെറിയ മരത്തിൻ്റെ ചില്ലകളോ ഒക്കെ നമുക്ക് അത്രയധികം പെട്ടെന്ന് തിരിച്ചറിയാൻ സാധിക്കണമെന്നില്ല അനലോഗ് സിസ്റ്റം ആണെങ്കിൽ. അതുകൊണ്ട് തന്നെ ക്രാഷസ് ആവാനുള്ള സാധ്യതയും കൂടുതലാണ്. സെയിം നമ്മൾ ഡിജിറ്റൽ സിസ്റ്റമാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് ഇമേജ് ക്വാളിറ്റി, വീഡിയോ ക്വാളിറ്റി ബെറ്റർ ആയതുകൊണ്ട് തന്നെ ചെറിയ ഒബ്സ്റ്റക്കിൾസ് പോലും വളരെ പെട്ടെന്ന് തന്നെ തിരിച്ചറിയാനും നമുക്ക് റിയാക്ട് ചെയ്യാനും സാധിക്കുന്നതാണ്. ഈ പറഞ്ഞ ലേറ്റൻസിക്കും വീഡിയോ ക്വാളിറ്റിക്കും എല്ലാം ഒരേപോലെ ഇമ്പോർട്ടൻസ് ഉള്ള ഒരു ടൈപ്പ് ഓഫ് ഫ്ലൈയിങ് ആണ് ഫ്രീ സ്റ്റൈൽ. ഇനി ഫ്രീ സ്റ്റൈൽ എന്താണെന്ന് അറിയാത്തവർക്ക് വേണ്ടി ഇത്തരത്തിൽ ഹാർഷും റഫും അതുപോലെ തന്നെ അഡ്രിനാലിൻ റഷുമായിട്ടുള്ള ഒരു ടൈപ്പ് ഓഫ് ഫ്ലൈയിങ് ആണ് ഫ്രീ സ്റ്റൈൽ. ഇതിൽ അനലോഗും ഡിജിറ്റലും യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ കൂടി ഇപ്പോൾ മെജോറിറ്റി ഡിജിറ്റലിൽ തന്നെയാണ്. ഇനി ലോങ് റേഞ്ച് ഫ്ലൈയിങ് ആണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ അനലോഗ് ആയിരിക്കും കുറച്ചുകൂടി ബെറ്റർ. കാരണം ഹൈ പവർ ഔട്ട്പുട്ട് VTXും അതുപോലെ തന്നെ ഗുഡ് ക്വാളിറ്റി ആൻറ്റിനാസ് എല്ലാം യൂസ് ചെയ്ത് നമുക്ക് അനലോഗ് സിസ്റ്റത്തിൻ്റെ റേഞ്ച് വളരെയധികം എക്സ്റ്റെൻഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഡിജിറ്റൽ സിസ്റ്റത്തിൽ DJI എല്ലാം 15 km വരെയുള്ള റേഞ്ച് പറയുന്നുണ്ടെങ്കിൽ കൂടി അത്രയും നമുക്ക് കിട്ടണമെന്നില്ല. ലോങ് റേഞ്ച് സിസ്റ്റമാണ് നോക്കുന്നതെങ്കിൽ വീഡിയോ സിസ്റ്റത്തെ പോലെ തന്നെ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട വേറെ ഒരു കമ്പോണൻ്റ് ആണ് ബാറ്ററി. ബാറ്ററീസിനെ കുറിച്ച് നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോയിൽ നോക്കാം. ഫൈനലി എൻ്റെ കുറച്ച് റിസർച്ചും നോളജും അതുപോലെ തന്നെ മറ്റ് ഡാറ്റാസും ഒക്കെ വെച്ച് ഞാൻ ഈ 4 സിസ്റ്റത്തെയും 1 to 4 ഇതുപോലെ റാങ്ക് ചെയ്തിട്ടുണ്ട്.
ഇതൊരിക്കലും കംപ്ലീറ്റ്ലി ശരിയാകണമെന്നില്ല. നമുക്കറിയാം ടെക്നോളജി ഡേ ബൈ ഡേ ഇമ്പ്രൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഡിജിറ്റൽ സിസ്റ്റംസ് അധികം വൈകാതെ തന്നെ അനലോഗ് സിസ്റ്റത്തെ റീപ്ലേസ് ചെയ്യുക തന്നെ ചെയ്യും. ഇപ്പോൾ തന്നെ പല പുതിയ വീഡിയോ സിസ്റ്റങ്ങളും അതിൻ്റെ ഡെവലപ്പിംഗ് സ്റ്റേജിലാണ്. അതിൽ എടുത്തു പറയേണ്ട ഒന്നാണ് ഓപ്പൺ IPC. മറ്റ് ഡിജിറ്റൽ സിസ്റ്റങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി കംപ്ലീറ്റ്ലി ഓപ്പൺ സോഴ്സ് ആയതുകൊണ്ട് തന്നെ പല അഡ്വാൻസ്ഡ് ഫീച്ചറുകളും നമുക്ക് ഓപ്പൺ IPCയിൽ പ്രതീക്ഷിക്കാം. മാത്രമല്ല ഇതിൻ്റെ ഡെവലപ്പിംഗ് ഫേസിലായതുകൊണ്ട് തന്നെ എനിക്ക് കൂടുതൽ കാര്യങ്ങൾ ഇതിനെപ്പറ്റി പറയാൻ സാധിക്കില്ല. അപ്പോൾ ഇതൊക്കെ വെച്ച് എന്തായാലും നിങ്ങൾക്ക് ഏറ്റവും സ്യൂട്ടായ വീഡിയോ സിസ്റ്റം ചൂസ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ടെന്ന് കരുതുന്നു. എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ചോദിക്കാവുന്നതാണ്. ഇറ്റ്സ് മീ ജിതിൻ.